ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മുമ്പ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് അതിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷനും മിഷനും അതിനുണ്ടായിരിക്കണം. ഒരു ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റേറ്റ്മെൻറ്റാണ്, ഫിലോസഫിക്കലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. വിഷനിലേക്ക് എത്തുന്ന ഒരു മാർഗ്ഗമാണ് മിഷൻ എന്ന് പറയുന്നത്. ഈ വിഷനും മിഷനും അറ്റൈൻ ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരിക. ആ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്കുണ്ടായിരിക്കേണ്ട ആട്രിബ്യൂട്ട്സുകളെ, ക്വാളിറ്റീസിനെ നമ്മൾ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുന്നു. ഇപ്പം ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് ക്വാളിറ്റി, ക്രിറ്റിക്കൽ തിങ്കിങ്, ഇങ്ങനെയുള്ളതാണ് നമ്മൾ ആട്രിബ്യൂട്ട്സുകളായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ദെൻ ഡിസൈൻ PEO ആൻഡ് PSO ഫോർ ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനും നമ്മൾ PEOയും PSOയും നമ്മൾ മെൻഷൻ ചെയ്യണം. PEO എന്ന് പറയുന്നത് പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, PO എന്ന് പറയുന്നത് പ്രോഗ്രാം ഔട്ട്കംസ്, അതുപോലെ PSO എന്ന് പറയുന്നത് പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കംസ്. ഇതിൽ PO എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഒരു 4-5 വർഷത്തിന് ശേഷം ആ കുട്ടിയിലുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിനെ മുൻകൂട്ടി കണ്ട് നമ്മൾ എഴുതി വെക്കുന്നതാണ് പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഔട്ട്കം എന്ന് ഉപയോഗിക്കാതെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാനുള്ള കാരണം, ഇതൊരു ലോങ് ടേം ആണ്, ഒരു ബ്രോഡറാണ്, സ്പെസിഫിക് അല്ല, പലപ്പോഴും ക്വാളിറ്റേറ്റീവ് ആണ്. അതായത് പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി 4-5 വർഷം കഴിയുമ്പം അവരിലുണ്ടാവുന്ന കരിയറായിട്ടുള്ള, ലീഡർഷിപ്പ് പരമായിട്ടുള്ള അവനുണ്ടാവുന്ന നേട്ടങ്ങൾ മുൻകൂട്ടി കണ്ട് എഴുതി വെക്കുന്നതാണ് നമ്മൾ PEO എന്ന് പറയുന്നത്. PO എന്ന് പറയുന്നത് പ്രോഗ്രാം ഔട്ട്കംസ് എന്ന് പറയുന്നതും കൂടി സ്പെസിഫിക്കാണ്. അതായത് പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് BA ആവാം, BCom ആവാം, BSc ആവാം, അതിൽ വരുന്ന വ്യത്യസ്ത വിഷയങ്ങളാവാം. ഇതിന് നമ്മൾ പ്രോഗ്രാം എന്ന് പറയാം. പണ്ട് നമ്മൾ കോഴ്സ് എന്ന് പറഞ്ഞിരുന്നു, ഇപ്പം ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത് പ്രോഗ്രാം എന്നാണ്. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അവനുണ്ടായിരിക്കേണ്ട അച്ചീവ്മെൻറ്റ്സിനെ, ക്വാളിറ്റീസിനെ, ആറ്റിറ്റ്യൂഡ്സിനെ, നോളജിനെ നമ്മൾ മുൻകൂട്ടി കണ്ട് എഴുതി വെക്കുന്നതാണ് PO എന്ന് പറയുന്നത്, പ്രോഗ്രാം ഔട്ട്കംസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കംസ്, PSO എന്ന് പറയുന്നത്? ഇതൊന്നും കൂടി സ്പെസിഫിക്കാണ്. പ്രോഗ്രാം പലതാവാം. ഇപ്പം BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BSc സോളജി, ബോട്ടണി പോലുള്ള വ്യത്യസ്ത വിഷയങ്ങളാവാം. BA എക്കണോമിക്സ് ആവാം, പൊളിറ്റിക്കൽ സയൻസ് ആവാം, സാൻസ്ക്രിറ്റ് ആവാം, അറബിക് ആവാം, ഇക്കണോമിക്സ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ കഴിയുമ്പോൾ പുറത്തിറങ്ങുന്ന സമയത്തിന് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയിലുണ്ടായിരിക്കേണ്ട ഔട്ട്കംസിന് നമ്മൾ മുൻകൂട്ടി കണ്ട് എഴുതി വെക്കുന്നതാണ് PSO. എന്താ ഈ ഔട്ട്കംസ് എന്ന് പറയുന്നത്? അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, മെഷറബിൾ ആയിട്ടുള്ള, ഒബ്സർവബിൾ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ആഫ്റ്റർ എ ലേണിംഗ് പ്രോസസ്സ്, ആഫ്റ്റർ എ ഇൻ്റർവെൻഷൻ, ആഫ്റ്റർ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിന് ശേഷമോ ഇൻ്റർവെൻഷന് ശേഷമോ ഒരു ക്ലാസ്സിന് ശേഷമോ ആ കുട്ടിയിലുണ്ടാവുന്ന നോളജ് പരമായിട്ടോ അതല്ലെങ്കിൽ സ്കിൽ പരമായിട്ടോ ആറ്റിറ്റ്യൂഡ് പരമായിട്ടോ അവനുണ്ടാവുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഒബ്സർവബിൾ ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. അതിനാണ് നമ്മൾ ഔട്ട്കം എന്ന് പറയുന്നത്. അങ്ങനെ ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, PEOയും PSOയും ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട സാധനമാണ് കോഴ്സ് ഔട്ട്കം, CO എന്ന് പറയുന്നത്. കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത് ഓരോ കോഴ്സിനും ഡിഫറെൻറ്റ് കോഴ്സ് ഔട്ട്കം ഉണ്ടാവും. ഓക്കെ, ഒരു BA എക്കണോമിക്സ് ആണെങ്കിൽ BA എക്കണോമിക്സിൻ്റെ കീഴിൽ ഒരുപാട് കോഴ്സുകളുണ്ടാവും. BSc ഫിസിക്സ് ആണെങ്കിൽ BSc ഫിസിക്സിന് കീഴിൽ ഒരുപാട് കോഴ്സുകളുണ്ടാവും. ഓരോ കോഴ്സിനും ഉണ്ടാവുന്നതാണ് കോഴ്സ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് ഔട്ട്കമ്മിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടൻറ്റ് കൊണ്ടുവരുന്നത്. കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ടല്ല കോഴ്സ് ഔട്ട്കം. കോഴ്സ് ഔട്ട്കം ഡെവലപ്പ് ചെയ്തതിന് ശേഷം അതിനുതകുന്ന തരത്തിലുള്ള കണ്ടൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് ബേസ് ചെയ്തിട്ടാണ് മൊഡ്യൂൾ ഔട്ട്കംസ് ഉണ്ടാക്കുക. സ്വാഭാവികമായിട്ടും നമ്മൾ ഉണ്ടാക്കിയ കോഴ്സ് ഔട്ട്കം മൊഡ്യൂൾ ഔട്ട്കമായിട്ട് ബന്ധപ്പെട്ടതാവാം. കാരണം ഓരോ മൊഡ്യൂളിലും നമ്മൾ ഡെവലപ്പ് ചെയ്തത് ഈ കോഴ്സ് ഔട്ട്കമ്മിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ സ്പെസിഫൈ ദ കൊഗ്നിറ്റീവ് ലെവൽ ഓഫ് ദ കോഴ്സ്. ഇവിടെ നിങ്ങൾ കണ്ടൻറ്റ് കൊടുക്കുമ്പം, കോഴ്സ് ഔട്ട്കമ്മിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കണ്ടൻറ്റ് മെൻഷൻ ചെയ്യുമ്പം കണ്ടൻറ്റോട് ഒന്നിച്ച് തന്നെ നിങ്ങൾ കൊഗ്നിറ്റീവ് ലെവൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് റിമെമ്പറിങ് ആണോ, അണ്ടർസ്റ്റാൻഡിങ് ആണോ, അപ്ലൈയിങ് ആണോ, ഇത്തരം ലെവലുകളെ കുറിച്ച് നമുക്ക് വഴിയെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ CO നമ്മൾ മാപ്പ് ചെയ്യണം. കാരണം നമുക്ക് പ്രോഗ്രാം ഔട്ട്കംസ് അറ്റൈൻ ചെയ്യാൻ ഉതകുന്ന കോഴ്സ് ഔട്ട്കം തന്നെയാണ്, അതിനുതകുന്ന കണ്ടൻറ്റ് തന്നെയാണ് നമ്മൾ കൊടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു മാപ്പ് ദ CO വിത്ത് PO ആൻഡ് PSO. അത് നമ്മൾ മാപ്പ് ചെയ്യണം. നമ്മളങ്ങനെ മാപ്പ് ചെയ്യുമ്പം ഒരു കോറിലേഷൻ ബേസിൽ, അതായത് ഇത് ഹൈലി കോറിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ ആവറേജ് തരത്തിലാണോ കോറിലേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ലോ കോറിലേഷൻ ആണോ, 1, 2, 3 സ്കോർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അലൈൻ ചെയ്യും ദ CO വിത്ത് PO ആൻഡ് PSO. ദാറ്റ് ഈസ് കോൾഡ് ദ മാപ്പിംഗ്. അങ്ങനെ നമ്മൾ കോഴ്സൊക്കെ ഡെവലപ്പ് ചെയ്തു അല്ലേ? ഓരോ കോഴ്സുകളും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ സ്റ്റേജ്. OBക്ക് 3 തലങ്ങളുണ്ട്: പ്ലാനിങ്, ദെൻ ട്രാൻസാക്ഷൻ, ദെൻ അസസ്മെൻറ്റ്. ഈ പ്ലാനിങ്ങിൻ്റെ ബേസിൽ വരും നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്ത സംഗതികളെല്ലാം.
അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ട്രാൻസാക്ട്. ആ കുട്ടികളിലേക്ക് ആ കോഴ്സ് ഔട്ട്കംസ് എത്തുന്നുണ്ട്, അതുവഴി POയും PSOയും എത്തുന്നുണ്ട് എന്ന് നമ്മൾ ഇൻസ്ട്രക്ഷൻസിലൂടെ എൻഷുർ ചെയ്യുന്നു. ആഫ്റ്റർ ദ ഇൻസ്ട്രക്ഷൻ വി ഹാവ് ടു അസസ് ദ സ്റ്റുഡൻസ്. സോ അസസ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ CO. ഇന്നിൻ്റെ ക്ലാസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പാർട്ടാണ്, അസസ്മെൻറ്റ് പാർട്ടാണ്. എങ്ങനെയാണ് നമ്മൾ COനെ അസസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. OBE ഡിസൈൻ ഇതൊരു ഹൈറാർക്കിക്കലാണ് അല്ലേ. ഈ ഫസ്റ്റ് ടോപ്പിൽ ഒരു അസെൻഡിങ് ഓർഡറിലാണ്. വിഷൻ മിഷൻ ടോപ്പിൽ വരുന്നു, ഏറ്റവും താഴെയാണ് കോഴ്സ് ഔട്ട്കം വരുന്നത്. അതിനിടയിൽ വരുന്നതാണ് പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കംസ്, അതുപോലെ PO എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ താഴെ വരുന്ന സംഗതി. അതുപോലെ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ഏറ്റവും താഴെ വരുന്നതാണ് കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻ ഹൈറാർക്കി ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ഇൻ എൻ അസെൻഡിങ് ഓർഡർ. ഫ്രം ടോപ്പ് ലെവൽ ഇറ്റ് ഈസ് വിഷൻ ആൻഡ് മിഷൻ, ആൻഡ് ദറ്റ് ദ ലോവർ ലെവൽ ഇറ്റ് ഈസ് കോഴ്സ് ഔട്ട്കംസ്, മൊഡ്യൂൾ ഔട്ട്കംസ് ആൻഡ് ലെസൺ ഔട്ട്കംസ് കംസ് അണ്ടർ ദ ലോവർ ലെവൽ. നോക്കൂ, നമ്മൾ ഡിസൈനിങ്ങിൻ്റെ സമയത്ത് വരുന്നത് ഈ ഓർഡറിലാണെങ്കിൽ അസസ്മെൻറ്റിൽ വരുന്നത് താഴേന്ന് മുകളിലേക്കാണ്. കോഴ്സ് ഔട്ട്കംസിനെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. അത് അസസ് ചെയ്യുക വഴി നമ്മൾ പിന്നീട് ആരൊക്കെ അസസ് ചെയ്യും? PSOനെ അസസ് ചെയ്യും, POനെ അസസ് ചെയ്യും, പ്രോഗ്രാം എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സിനെ അസസ് ചെയ്യും. സോ അസസ്മെൻറ്റ് ലെവൽ ഈസ് ഫ്രം ദ ബോട്ടം ആൻഡ് ദ ഡിസൈനിങ് ഈസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. നമുക്കിനി നോക്കാം എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ OBE ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, 1956 ബെഞ്ചമിൻ എസ് ബ്ലൂം അദ്ദേഹം 3 തലങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു ലേണിംഗ് നടക്കുന്ന സമയത്ത് 3 തലങ്ങളിലാണ് മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളത്. ഒന്ന് കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻ. കൊഗ്നിറ്റീവ് എന്ന് പറയുന്നത് അവൻ്റെ ഇൻ്റലക്ച്വൽ എബിലിറ്റിയാണ്, അവൻ്റെ തിങ്കിങ് പ്രോസസ്സുകളാണ് കൊഗ്നിറ്റീവ് ഡൊമൈനിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ എസ് ബ്ലൂം ഉപയോഗിച്ച് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഹെഡ് എന്നാണ്. ദെൻ അഫക്റ്റീവ്, അഫക്ഷനാണ്, ഫീലിങ്സ് ആണ്, ഇമോഷൻസ് ആണ്, ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് അവർ ഹാർട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സൈക്കോമോട്ടോർ, ഇറ്റ് ഈസ് ദ മസ്കുലർ ആക്ടിവിറ്റീസ്, നമ്മുടെ സ്കില്ല്, കോമ്പിറ്റൻസീസ് എല്ലാം തന്നെ സൈക്കോമോട്ടോർ ഡൊമൈനിലാണ് വരുന്നത്. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഹാൻഡ്. സോ 3H ആണ്, ഹെഡ്, ഹാർട്ട് ആൻഡ് ഹാൻഡ്. ഈ 3 തലങ്ങളിലുള്ള വികാസം ഒരു ലേണിങ്ങിലൂടെ സംഭവിക്കണം എന്നുള്ളതാണ്. മുമ്പൊക്കെ വിദ്യാഭ്യാസ സമയങ്ങളിൽ നമ്മൾ വെറും കൊഗ്നിറ്റീവ് ആസ്പെക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പക്ഷേ ഇനി നമ്മുടെ കരിക്കുലത്തിൽ 3 ആസ്പെക്റ്റുകൾ കൂടി കൺസിഡർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇതിൽ കൊഗ്നിറ്റീവ് ഡൊമൈനെ ഒരു ടാക്സോണമി അവതരിപ്പിക്കുന്നുണ്ട് ബെഞ്ചമിൻ എസ് ബ്ലൂം. അത് 6 തലങ്ങളിലാണ്. 1956 ബെഞ്ചമിൻ എസ് ബ്ലൂം അദ്ദേഹത്തിൻ്റെ ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഗോൾസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ 6 തലങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് നോളജ്, കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഇതാണ് 1956 ബെഞ്ചമിൻ എസ് ബ്ലൂം അവതരിപ്പിക്കുന്ന ടാക്സോണമി ഓഫ് കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. 2001 അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ക്രാത്ത്വോളും ആൻഡേഴ്സണും ചില മോഡിഫിക്കേഷൻസ് വരുത്തി. അവർ നോളജ് ഡയമെൻഷൻസ് അവതരിപ്പിച്ചു. വാട്ട് ഇസ് ദ നോളജ് ബീങ് ലേൺഡ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോളജ് എന്ന് പറയുന്ന തരത്തിൽ ചില നോളജ് ഡയമെൻഷൻസ് അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ കൊഗ്നിറ്റീവ് ഡൊമൈനിലെ ഈ 6 ലെവലുകളെ ചില മോഡിഫിക്കേഷൻ വരുത്തുകയും ചെയ്തു. ഈ 6 ലെവൽസിന് അവർ വരുത്തിയ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം നൗൺ ഫോമിൽ നിന്നൊരു വെർബൽ ഫോമിലേക്ക് അതിനെ മാറ്റി. നോളജിനെ റിമെമ്പറിങ് എന്നാക്കി മാറ്റി, കോംപ്രിഹെൻഷനെ അണ്ടർസ്റ്റാൻഡിങ് എന്നാക്കി മാറ്റി, അപ്ലൈനെ അപ്ലൈയിങ് എന്നാക്കി മാറ്റി, ദെൻ അനാലിസിസിനെ അനലൈസിങ് എന്നാക്കി മാറ്റി, ദെൻ ഇവാലുവേഷൻ ഒന്ന് താഴേക്ക് കൊണ്ടുവന്നു ഇവാലുവേഷനെ ഇവാലുവേറ്റിംഗ് എന്നാക്കി മാറ്റി, സിന്തസിസിനെ മുകളിലേക്ക് കൊണ്ടുപോയി ക്രിയേറ്റിംഗ് എന്നാക്കി മാറ്റി. ഇതാണ് 2001 വന്ന മാറ്റം. എ ടാക്സോണമി ഫോർ ലേണിംഗ്, ടീച്ചിങ് ആൻഡ് അസസ്മെൻറ്റ്, എ റിവിഷൻ ഓഫ് ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന 2001 ഇറങ്ങിയ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. സോ ഇതിന് നമ്മൾ സിലബസിലൊക്കെ നമ്മൾ കാണിക്കുന്ന സമയത്ത്, അതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ K1 ഏത് ലെവലിലുള്ള ചോദ്യമാണോ, ഏത് ലെവലിലുള്ള കണ്ടൻ്റ് ആണോ, അവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ K1, K2, K3, K4, K5, K6 എന്ന് മെൻഷൻ ചെയ്താൽ മതിയോ. ഈ 6 തലങ്ങളിലുള്ള കണ്ടൻറ്റിനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഏതൊരു കണ്ടൻറ്റിനെയും നമുക്ക് ഈ 6 തലങ്ങളിലും നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഏതൊരു കണ്ടൻറ്റിനും നമുക്ക് 6 തലങ്ങളിലും നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പ്രൈം മിനിസ്റ്റർഷിപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിചാരിക്കുക, സപ്പോസ് ഇൻ പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ റിമെമ്പറിങ് എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്, ഹൂ ഇസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രധാനമന്ത്രി ആരാണ്, ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് എന്നൊക്കെ ചോദിക്കുന്നത് റിമെമ്പറിങ് തലത്തിലുള്ളതാണ്. സോ കേവലം ഫാക്റ്റുകൾ, കേവലം ഇക്വേഷനുകൾ, സിമ്പലുകൾ,
ഒക്കെ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ റിമെമ്പറിങ് നോളജിൽ വരുന്നതാണ്. അവിടെ നിന്നുകൊണ്ട് ഒരു ഉയർന്ന തലമാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് എ പ്രൈം മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്ററിൻ്റെ റോൾ എന്താണ് എന്നുള്ളത്. ഇനി നോക്കൂ, അടുത്ത് നോക്കൂ, പ്രപ്പോസ് സ്പെസിഫിക് സ്ട്രാറ്റജീസ് എ പ്രൈം മിനിസ്റ്റർ മൈറ്റ് യൂസ് ടു അഡ്രസ് എൻ ഇക്കണോമിക് ക്രൈസിസ്. ഒരു അപ്ലിക്കേഷൻ തലമാണ്. ഒരു ഇക്കണോമിക് ക്രൈസിസ് വരുന്ന സമയത്ത് ഒരു പ്രധാനമന്ത്രി അവലംബിക്കേണ്ട സ്ട്രാറ്റജികൾ എന്തെല്ലാമാണ്. സോ നമ്മൾ അപ്ലൈയിങ് തലത്തിലേക്ക് എത്തി. ഇനി നോക്കൂ, ഒരു അനാലിസിസ് തലത്തിലുള്ള ഒരു കണ്ടൻറ്റ് നോക്കൂ. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് അവർ കൺട്രി. നമ്മളെ രാഷ്ട്രത്തിലുണ്ടായിട്ടുള്ള 2 പ്രധാനമന്ത്രിമാരുടെ ലീഡർഷിപ്പ് സ്റ്റൈലുകളെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. സോ ഇറ്റ് ഈസ് എൻ അനാലിസിസ്, അനലൈസ് ചെയ്യാണ്. ദ നെക്സ്റ്റ് ഈസ് ഇവാലുവേഷൻ തരത്തിലുള്ള ചോദ്യം നോക്കും. അസസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് അവർ ഫോമർ പ്രൈം മിനിസ്റ്റേഴ്സ് ഫോറിൻ പോളിസി ഡിസിഷൻസ്. മുമ്പുണ്ടായിരുന്ന മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയുടെ ഫോറിൻ പോളിസിയെ വിലയിരുത്താനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇഫക്റ്റീവ്നെസ് ഓഫ് അവർ ഫോമർ പ്രൈം മിനിസ്റ്റർ. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ഇവാലുവേഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ക്രിയേറ്റ്. ഡെവലപ്പ് എ കോംപ്രിഹെൻസീവ് പ്ലാൻ ഫോർ എ പ്രൈം മിനിസ്റ്റർ ടു അഡ്രസ് എ കോംപ്ലക്സ് സൊസൈറ്റൽ ഇഷ്യൂ ഇൻ്റഗ്രേറ്റിംഗ് ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കൺസിഡറേഷൻസ്. ഒരു സോഷ്യൽ ഇഷ്യൂ വരുന്ന സമയത്ത് ഒരു പ്രധാനമന്ത്രി തയ്യാറാക്കേണ്ട, ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കോംപ്രിഹെൻസീവ് പ്ലാനിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ആസ്പെക്ട്സ്. ഒരു ക്രിയേറ്റ് തലത്തിലുള്ള ഒരു ഡെവലപ്പ് ചെയ്യാനാണ്. ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് ഒക്കെ ക്രിയേറ്റ് തലത്തിൽ വരുന്നതാണ്. സോ ഏതൊരു വിഷയത്തിലും നമുക്ക് ഇതുപോലെ 6 തലങ്ങൾ നമുക്ക് പ്രതിപാദിക്കാൻ പറ്റും. 6 തലങ്ങളിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും പറ്റും. ഇതൊരു പൊളിറ്റിക്കൽ സയൻസാണ്. നമുക്ക് എല്ലാ വിഷയത്തിലും വരുന്ന തരത്തിൽ റിസർച്ച് മെത്തഡോളജിയിലുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് നോക്കൂ, റിമെമ്പർ ബേസിൽ വരുന്ന ലെവലിൽ വരുന്നതാണ് ലിസ്റ്റ് വേരിയസ് ടൈപ്സ് ഓഫ് റിസർച്ചസ് ഇൻ സോഷ്യൽ സയൻസ്. റിമെമ്പറിൽ വരുന്നൊരു ചോദ്യമാണ്. ദെൻ അണ്ടർസ്റ്റാൻഡിൽ വരുന്നൊരു ചോദ്യം നോക്കും. ഡിഫറൻഷ്യേറ്റ് ബേസിക് റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച്. ഇനി അപ്ലൈയിൽ വരുന്നൊരു ചോദ്യം നോക്കും. എ റിസർച്ചർ വാണ്ട് ടു സ്റ്റഡി ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻ്റലിജൻസ് ഓൺ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്. ഇൻ്റലിജൻസ് അക്കാഡമിക് അച്ചീവ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് പഠിക്കണം. ഓഫ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്. സെലക്ട് അപ്രോപ്രിയേറ്റ് റിസർച്ച് ഡിസൈൻ സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റഡി. ഈ സ്റ്റഡിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ എടുക്കുക. സോ ഇറ്റ് ഈസ് എൻ അപ്ലിക്കേഷൻ, അപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് നോക്കൂ, അനലൈസിൽ വരുന്ന ചോദ്യം നോക്കൂ. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ചസ് ആർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. എക്സാമിൻ, വിലയിരുത്താനാണ്. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഫ്രം അനാലിസിസ്. നൗ ലുക്ക് ദ ക്വസ്റ്റ്യൻ ഫ്രം ഇവാലുവേഷൻ. അപ്രൈസ് ദ യൂട്ടിലിറ്റി ഓഫ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഇൻ സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡിൻ്റെ ഒരു യൂട്ടിലിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്, ഇവാലുവേറ്റ് ചെയ്യാനാണ് ആ ചോദ്യം. ആൻഡ് ദ ലാസ്റ്റ് ക്രിയേറ്റ്. ഫോമുലേറ്റ് എ റിസർച്ച് പ്രപ്പോസൽ ഫോർ എ ടോപ്പിക് ഓഫ് യുവർ ഓൺ ചോയ്സ്. നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രോബ്ലത്തിന് ഒരു റിസർച്ച് പ്രപ്പോസൽ തയ്യാറാക്കാൻ. സോ ഇറ്റ് ഈസ് എ ഡെവലപ്മെൻറ്റ് ഓഫ് എ റിസർച്ച് പ്രപ്പോസൽ. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഫ്രം ക്രിയേറ്റ്, ദ ഹയസ്റ്റ് ലെവൽ. സോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 2001 റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ എന്തായിരുന്നു, നോളജിൻ്റെ ഡയമെൻഷൻസ് ആയിരുന്നു. മറ്റൊന്ന് നമ്മൾ കണ്ടു, അത് ഈ കൊഗ്നിറ്റീവ് ലെവലിൽ വന്ന ഡിഫറൻസ് ആയിരുന്നു. 6 ലെവലുകളിൽ വന്ന ഡിഫറൻസ് ആയിരുന്നു. അതിന് കൂടെ പ്രതിപാദിച്ച കാര്യമായിരുന്നു നോളജ് ഡയമെൻഷൻസ്, അല്ലെ ദ ടൈപ്സ് ഓഫ് നോളജ്. 4 നോളജുകൾ പറയുന്നുണ്ട്. എന്ത് തരം അറിവാണ് കുട്ടികൾ ആർജിക്കേണ്ടത്, അത് 4 തരത്തിൽ ആൻഡേഴ്സൺ അവതരിപ്പിക്കുന്നുണ്ട്. ആ 4 നോളജുകൾ എന്ന് പറയുന്നത് ഫാക്ച്വൽ നോളജ്, conceptual knowledge, procedural knowledge and metacognitive knowledge. It is a move from the concrete to the abstract. It is the lower level is here, it is factual, and the higher level is metacognitive. So factual, നമ്മൾ റിമെമ്പറിൽ പറഞ്ഞതുപോലെ കേവലം ഫാക്റ്റുകൾ, അതുപോലെ അതിൻ്റെ എക്സാമ്പിൾസ്, അതല്ലെങ്കിൽ അതിൻ്റെ ഫോമുലകൾ, അതിൻ്റെ ഇക്വേഷൻസ്, ഇങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ ഫാക്ച്വൽ നോളജിൽ വരുന്നത്. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ്, അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ റോള്, അതിൻ്റെ എക്സാമ്പിൾസ്, അതിൻ്റെ ഡിഫറൻസ് വിത്ത് അതർ കോൺസെപ്റ്റ്, എവറിത്തിങ് കംസ് അണ്ടർ ദ കോൺസെപ്ച്വൽ നോളജ് ഡയമെൻഷൻ. ആൻഡ് ദ പ്രൊസീജിയർ, അതിലേക്കുള്ളൊരു അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഫോളോഡ് ടു അറ്റൈൻ ദാറ്റ്. അതാണ് നമ്മൾ പ്രൊസീജിയർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ ഹയസ്റ്റ് വൺ ആൻഡ് ദ അബ്സ്ട്രാക്റ്റ് വൺ ഈസ് മെറ്റാകോഗ്നിറ്റീവ്. മെറ്റാകോഗ്നിറ്റീവ്, ബിയോണ്ട് ദ കൊഗ്നിഷൻ, തിങ്കിങ് അബൌട്ട് ദ തിങ്കിങ്. സോ ഇറ്റ് ഈസ് എ സെൽഫ് റിയലൈസേഷൻ ആക്ച്വലി. സോ ഈ 4 തലങ്ങളിലുള്ള കണ്ടൻറ്റുകൾ നമ്മൾ അവരെ പഠിപ്പിക്കണം. 4 തലങ്ങളിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനമന്ത്രി പദവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ 6 ലെവൽസ് ഓഫ് കൊഗ്നിറ്റീവ് ഡൊമൈൻ്റെ. അതേപോലെ തന്നെ ഇവിടെ ആൻഡേഴ്സൻ്റെ നോളജ് ഡയമെൻഷനെ അതേ ടോപ്പിക്കിൽ നമുക്കൊന്ന് വിശകലനം ചെയ്യാൻ പറ്റും.
ഇപ്പോൾ ഫാക്ച്വൽ നോളേജ്, ഹൂ സെർവ്ഡ് ആസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ഇറ്റ്സ് എ ഫാക്ച്വൽ നോളേജ് ക്വസ്റ്റ്യൻ. Then conceptual knowledge, what does the term prime ministership encompass and how does it differ from other forms of leadership within a government? എന്താണ് ഒരു പ്രധാനമന്ത്രി പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഗവൺമെൻറ്റിൽ തന്നെ മറ്റു ലീഡർഷിപ്പ് സ്റ്റൈലും മറ്റ് ലീഡേഴ്സിൽ നിന്ന് ഇതെങ്ങനെയാണ് ഡിഫറൻ്റ് ആവുന്നത്, ഒരു ഇന്ത്യൻ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻ്റ് ആവുന്നത്, ഇത്തരം ഭാഗങ്ങളും ചോദ്യങ്ങളൊക്കെ എവിടെ വരുന്നതാണ്? ഇറ്റ് ഈസ് കൺസെപ്ച്വൽ നോളജിൽ വരുന്നത്. Then procedural knowledge, outline the step-by-step process involved in the selection of a prime minister in the parliamentary system of India. ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്? ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ, ഇറ്റ് കംസ് അണ്ടർ ദി പ്രൊസീജിയറൽ നോളജ്. ആൻഡ് ദ ലാസ്റ്റ് മെറ്റാകോഗ്നിറ്റീവ് നോളജ്. അല്ല, ഇഫ് യു വർ സെലക്റ്റഡ് ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നിങ്ങൾ വരികയാണ് എങ്കിൽ ഒരു ക്രൈസിസ് വരുമ്പം നിങ്ങളതിനെ എന്ത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ അവലംബിക്കുക? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ മെറ്റാകോഗ്നിറ്റീവ് ആസ്പെക്ട്. സോ ഏതൊരു കണ്ടൻറ്റിലും നേരത്തെ കൊഗ്നിറ്റീവ് ലെവലുകൾ പറഞ്ഞതുപോലെ 4 തരത്തിലുള്ള നോളജ് ഡയമെൻഷൻസ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. 4 തരത്തിലുള്ള നോളജ് ഡയമെൻഷൻസിൻ്റെ ബേസിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഔട്ട്കംസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, കോഴ്സ് ഔട്ട്കം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്ന സമയത്തും നമുക്ക് ഈ ആക്ഷൻ വെർബുകൾ നമുക്ക് പരിശോധിക്കാം. ബ്ലൂംസ് ടാക്സോണമിയിൽ പറയുന്നുണ്ട് 6 ലെവലുകൾക്കും ഡിഫറെൻറ്റ് ആക്ഷൻ വെർബുകൾ തന്നിട്ടുണ്ട്. റിമെമ്പറിങ്ങുമായി ബന്ധപ്പെട്ട ആക്ഷൻ വെർബുകളാണിത്, അണ്ടർസ്റ്റാൻഡിങ്ങുമായി ബന്ധപ്പെട്ട ആക്ഷൻ വെർബുകളാണിത്, അപ്ലൈയുമായി ബന്ധപ്പെട്ട ആക്ഷൻ വെർബുകളാണ്, ദെൻ അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റുമായി ബന്ധപ്പെട്ട ആക്ഷൻ വെർബുകളാണ് തന്നിട്ടുള്ളത്. ഈ ആക്ഷൻ വെർബുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യൻസ് ഫോമുലേറ്റ് ചെയ്യാം. ഇവിടെ നോക്കൂ, നമുക്ക് മറ്റൊരു സംഗതി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമാണെങ്കിലും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതുപോലെ തന്നെ എസ്സേ ടൈപ്പ് ചോദ്യങ്ങളാണെങ്കിലും 6 ലെവലുകളിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏത് നോളജ് ഡയമെൻഷൻസിന് ബേസ് ചെയ്തിട്ടും 3 തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും. സോ റിമെമ്പറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെ തുടങ്ങി ക്രിയേറ്റ് വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷോർട്ട് ആൻസറിൽ റിമെമ്പറിങ് മുതൽ ക്രിയേറ്റ് വരെയുള്ള ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് ഷോർട്ട് ആൻസറിൽ പറ്റും. അതുപോലെ എസ്സേയിൽ നമുക്ക് റിമെമ്പറിങ് മുതൽ ക്രിയേറ്റ് വരെയുള്ള ഏത് ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാൻ പറ്റും. പക്ഷേ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളിൽ ഇറ്റ് ഈസ് ഈസി ടു കൺസ്ട്രക്ട് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ റിമെമ്പറിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. റിമെമ്പറിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ എസ്സേ ടൈപ്പിലും ഷോർട്ട് ആൻസറിലും ഹയർ ഓർഡർ തിങ്കിങ് ആയിട്ടുള്ള, അതായത് ഇവാലുവേറ്റ് ആവട്ടെ, ക്രിയേറ്റ് ആവട്ടെ, അനലൈസ് പോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ എസ്സേയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു റിമെമ്പറിങ് തരത്തിലുള്ള ചോദ്യം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാവും. അതുകൊണ്ട് തന്നെ ചില യൂണിവേഴ്സിറ്റികൾ എസ്സേ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ചോദിക്കുന്ന സ്ഥലങ്ങളിൽ അവർ ചെയ്യുന്നൊരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്സേ ചോദ്യങ്ങളിൽ തന്നെ ഒരുപാട് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുക്കും. ABCDEFG എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങളായി കൊടുക്കും, ചെറിയ ചെറിയ മാർക്കിൻ്റെ. അപ്പോൾ അവിടെ അവർക്ക് ലോവർ ലെവലിലുള്ള റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ് പോലുള്ള ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കൂ, കൊഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഷോർട്ട് ആൻസർ ചോദ്യങ്ങളാണ്, എസ്സേ ചോദ്യങ്ങളാണ്. ഇതിൽ 6 ലെവലുള്ള ചോദ്യങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. 6 ലെവൽ. ഇപ്പോൾ ഒന്നാമത് നോക്കൂ, വാട്ട് ആർ ദ 6 ലെവൽസ് ഓഫ് ബ്ലൂംസ് ടാക്സോണമി? ബ്ലൂംസ് ടാക്സോണമിയുടെ 6 തലങ്ങൾ ഏതെല്ലാമാണ്, 6 ലെവലുകൾ ഏതെല്ലാമാണ്? It comes under the remembering level and it is an objective type question. And look here, which level would you include in creating a training module? ചില ലെവലുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് ഏത് ലെവലാണെന്ന് തിരഞ്ഞെടുക്കാനാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ക്രിയേറ്റ് ലെവൽ. സോ 6 ലെവലുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ഷോർട്ട് ആൻസർ. ഇവിടെ ഞാൻ റിമെമ്പറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം എസ്സേയിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, ബാക്കി 5 തരത്തിലുള്ള ചോദ്യം ഞാൻ എസ്സേയിൽ കൊടുത്തിട്ടുണ്ട്. ഒറ്റ പോയിൻ്റ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ, നമുക്ക് ഏത് തരം ചോദ്യങ്ങളും ഏത് ലെവലുകളിലും നമുക്ക് ചോദിക്കാൻ നമുക്ക് പറ്റുന്നതാണ്. സോ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്ന സമയത്തിൽ എല്ലാ ലെവലുകൾക്കും പ്രാതിനിധ്യം കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 20% ലോവർ ഓർഡർ തിങ്കിങ് ചോദ്യമുണ്ടെന്നും ഒരു 20% ഹയർ ഓർഡർ തിങ്കിങ് ചോദ്യമുണ്ടെന്നുള്ളതും ബാക്കി ഒരു 60% ഒരു ആവറേജ് തലത്തിലുള്ള ചോദ്യങ്ങളുണ്ട് എന്നും നമ്മൾ എൻഷുർ ചെയ്യണം. അതുപോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതിയാണ് ഇറ്റ് ബി സ്മാർട്ട് എന്നുള്ളത്. കോഴ്സ് ഔട്ട്കം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചിരുന്നു ബി സ്മാർട്ട് എന്നുള്ള പോയിന്റ്. സ്മാർട്ട് സ്റ്റാൻഡ്സ് ഫോർ എസ് സ്പെസിഫിക്, എം മെഷറബിൾ, എ അച്ചീവബിൾ, ആർ റിലവൻറ്റ് ആൻഡ് ടി ടൈം ബൗണ്ട്. ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി സ്പെസിഫിക് ആയിരിക്കണം. ഒരുപാട് കോൺസെപ്റ്റുകളെ, ഒരുപാട് സ്കില്ലുകൾ, ഒരുപാട് ആറ്റിറ്റ്യൂഡ് അറ്റ് എ ടൈമിൽ തന്നെ മെഷർ ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവരുത്. ഒരു സിംഗിൾ കോൺസെപ്റ്റ്, ഒരു സിംഗിൾ സ്കിൽ അസസ് ചെയ്യുന്ന തരത്തിൽ ക്വസ്റ്റ്യൻസിനെ സ്പെസിഫിക് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ ക്വസ്റ്റ്യൻ ഷുഡ് ബി മെഷറബിൾ ആയിരിക്കണം. നമുക്കത് അറ്റൈൻ ചെയ്യും, നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റണം, നമുക്കത് സ്കോർ ഇടാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. എന്ത് ചെയ്താലും മാർക്ക് കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലുള്ള ചോദ്യങ്ങളാവരുത് നമ്മൾ ചോദ്യത്തിൽ ഫോമുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ അച്ചീവബിൾ, കുട്ടിയുടെ ഏജ് ലെവലിന് ആ കോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ
അവനിപ്പോൾ ചില ആളുകൾ ഡിഫിക്കൽറ്റി ലെവൽ എന്ന് പറഞ്ഞിട്ട് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ഇടുന്ന കാണാറുണ്ട്. അവൻ ആ ഡിഫിക്കൽറ്റി ലെവൽ പോലും ആ ഏജ് ലെവലിനനുസരിച്ച് ആ UG ആണെങ്കിൽ UG PG അവരുടെ ആ കോഴ്സിനനുസരിച്ചുള്ള രീതിയിലായിരിക്കണം ഡിഫിക്കൽറ്റി ലെവൽ ചോദ്യങ്ങൾ നമ്മൾ ഇടേണ്ടത്. ഇറ്റ് ഷുഡ് ബി അച്ചീവബിൾ ആൻഡ് റിലവൻറ്റ്. ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് വിത്ത് ദ കോഴ്സ് ഔട്ട്കമുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചോദ്യം ഇടേണ്ടത്. ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് വിത്ത് ദ കോഴ്സ് ഔട്ട്കം, റിലവൻ്റ് ആയിരിക്കണം ആൻഡ് ടൈം ബൗണ്ടഡ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഉള്ള സമയം എസ്സേ ടൈപ്പ് ചോദ്യങ്ങൾക്കുള്ള സമയം ഡിഫറെൻറ്റാണ്. അപ്പോൾ ആ സമയത്തിനനുസരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കണം കൊടുക്കേണ്ടത്. നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം കൊടുത്ത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വേണമെങ്കിൽ നമുക്കൊരു പ്രോബ്ലം കൊടുക്കാം, എന്നിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ചോയ്സിൽ കൊടുക്കാം. കുട്ടി ആ പ്രോബ്ലം ചെയ്യാനെടുക്കുന്ന സമയത്ത് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റണം. എത്ര സമയമാണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ, അത്ര സമയം കൊണ്ട് ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അത്തരം ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യത്തിൽ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് പാടുള്ളൂ. സോ നമ്മൾ ഓരോ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തണം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്മാർട്ട് എന്നാണ് നമ്മൾ ഉറപ്പുവരുത്തണം. ഇവിടെ പറഞ്ഞ പോയിന്റുകൾ ഒന്ന് ചുരുക്കി നമുക്ക് പറയാം. അലൈൻ ദ ക്വസ്റ്റ്യൻസ് വിത്ത് കോഴ്സ് ഔട്ട്കംസ് ആൻഡ് പ്രോഗ്രാം ഔട്ട്കംസ്. നമ്മൾ ഉണ്ടാക്കുന്ന ചോദ്യം കോഴ്സ് ഔട്ട്കവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ അലൈൻ ചെയ്യണം. കോഴ്സ് ഔട്ട്കവുമായിട്ട് നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രോഗ്രാം ഔട്ട്കവുമായിട്ട് ഇത് അലൈൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ കവർ ബ്ലൂംസ് ടാക്സോണമി ലെവൽസ്. ബ്ലൂംസ് ടാക്സോണമിയുടെ ലെവലുകൾ നമ്മൾ കവർ ചെയ്യണം. 6 ലെവലുകളിൽപ്പെട്ട ചോദ്യങ്ങളുണ്ട്, നമ്മൾ ഉറപ്പുവരുത്തണം. ഓരോ ചോദ്യങ്ങളും ഏത് ലെവലിലുള്ളതാണെന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം. അതുപോലെ അഡ്രസ് നോളജ് ഡയമെൻഷൻ. ഏത് നോളജ് ഡയമെൻഷൻ, ഫാക്ച്വൽ ആണോ, കോൺസെപ്ച്വൽ ആണോ, പ്രൊസീജിയറൽ ആണോ, അതുപോലെ മെറ്റാകോഗ്നിറ്റീവ് ആണോ നോളജ് എന്നുള്ളത് നമ്മൾ നോക്കണം. അതുപോലെ യൂസ് പ്രിസൈസ് ആക്ഷൻ വെർബുകൾ. ഒരുപാട് ആക്ഷൻ വെർബുകൾ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് കോഗ്നിറ്റീവ് ലെവലിനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ഷൻ വെർബുകൾ കൊടുത്തിട്ടുണ്ട്. ആ ആക്ഷൻ വെർബുകൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 6 Ws ആൻഡ് 1 H നമുക്ക് ഉപയോഗിക്കാം. ട്രഡീഷണലായിട്ട് നമ്മൾ കൊടുക്കുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ. 6 Ws എന്ന് പറയുമ്പോൾ വാട്ട്, വേർ, വെൻ, വിച്ച്, വൈ ആൻഡ് ഹൂ പോലുള്ള ചോദ്യങ്ങളും നമുക്കാവാം. അതുപോലെ 1 H എന്ന് പറയുമ്പോൾ ഹൗ ക്വസ്റ്റ്യൻസും നമുക്കാവാം. ക്രിയേറ്റ് എ ക്വസ്റ്റ്യൻ ബ്ലൂ പ്രിൻറ്റ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഒരു ബ്ലൂ പ്രിൻറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ നോളജ് ലെവലുകളെല്ലാം തന്നെ വന്നിട്ടുണ്ടെന്നും അതുപോലെ ഡയമെൻഷൻസ് എല്ലാം വന്നിട്ടുണ്ടെന്നും എല്ലാ കോഴ്സ് ഔട്ട്കമിനെയും കൺസിഡർ ചെയ്തുവെന്നും എല്ലാ മൊഡ്യൂളുകളും വന്നു എന്നും എല്ലാ ഈസി, ആവറേജ്, ഡിഫിക്കൽറ്റി ചോദ്യങ്ങളുണ്ട് എന്നുള്ളതും ഇന്ന മാർക്കിൻ്റെ ചോദ്യങ്ങൾ വന്നു എന്നുള്ളതും ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂ പ്രിൻറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ ഇൻകോപ്പറേറ്റ് ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ്. ഉയർന്ന തലത്തിലുള്ള ചോദ്യങ്ങളുണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ് പോലുള്ള ചോദ്യങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ലോവർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ് പോലുള്ള ചോദ്യങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ ചോദ്യങ്ങളൊക്കെയും നേരെ തിയററ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങൾക്കും അപ്പുറം കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള റിയൽ സിറ്റുവേഷനുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു ശ്രമം കൂടി നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവണം. അതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരേ ടൈപ്പ് ആവരുത്. എല്ലാം വാട്ട് അല്ലെങ്കിൽ വൈ, എല്ലാം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ പോലുള്ള അങ്ങനെ ഒരേ ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതുപോലെ ഡിഫിക്കൽറ്റി ലെവൽ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ എക്സ്പെക്റ്റഡ് ലേണിംഗ് അബിലിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അവൻ്റെ ഏജ് ലെവലിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തരത്തിലുള്ള ഡിഫിക്കൽറ്റി ക്വസ്റ്റ്യൻസാണ് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്കിൽ നമ്മൾ തയ്യാറാക്കേണ്ടത്. അതുപോലെ നമ്മൾ ഒരു ടാക്സോണമി ടാബിൾ നമ്മൾ തയ്യാറാക്കണം. എന്താണ് ടാക്സോണമി ടാബിൾ നമുക്ക് കാണാം. അതുപോലെ ബ്ലൂ പ്രിൻറ്റ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കണം. എന്നിട്ട് ഓരോ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ കോഴ്സ് ഔട്ട്കമുമായിട്ട് സ്വാഭാവികമായിട്ട് ഒന്നാമത്തെ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോം ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും ഇതിനടിസ്ഥാനത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റണം. ഇതാണ് ടാക്സോണമി ടാബിൾ എന്ന് പറയുന്നത്. ഇവിടെ നോളജ് ഡയമെൻഷൻസ് ഇവിടെ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ 6 കോഗ്നിറ്റീവ് ലെവലുകൾ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. സോ ഒരു ഫാക്ച്വൽ നോളജ് ഡയമെൻഷനിൽ വരുന്ന ഫാക്ച്വൽ നോളജിനും റിമെമ്പറിങ്ങോ അണ്ടർസ്റ്റാൻഡിങ്ങോ തലങ്ങളിലേക്ക് വരാം. അതായത് ഓരോ ടൈപ്പ് നോളജിലും അതിന് വരാവുന്ന കോഗ്നിറ്റീവ് പ്രോസസ്സുകളും, അതാണ് ഈ 6 എന്ന് പറയുന്നത്. ഇപ്പോൾ ഫാക്ച്വൽ നോളജിൽ ഈ 6 വരാം. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു ഫാക്ച്വൽ നോളജ് പോലുള്ളതിൽ വരാൻ സാധ്യതയുള്ള ഒരു കോഗ്നിറ്റീവ് ലെവൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റിമെമ്പറിങ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. റിമെമ്പറിങ് ഓർ അണ്ടർസ്റ്റാൻഡിങ്. റിമെമ്പറിങ് നാച്ചുറലി കംസ് അണ്ടർ ഫാക്ച്വൽ നോളജ്. അണ്ടർസ്റ്റാൻഡിങ് വരെ മാക്സിമം നമുക്ക് പോകാം. അതേപോലെ കോൺസെപ്ച്വൽ നോളജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വരാവുന്ന ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈ, മാക്സിമം ഒരു അനലൈസ് അവിടെ വരാം. അതുപോലെ പ്രൊസീജിയറൽ നോളജിലാണെങ്കിൽ അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ് പോലുള്ള കോഗ്നിറ്റീവ് പ്രോസസ്സുകളാണ് അവിടെ സംഭവിക്കുക. മെറ്റാകോഗ്നിറ്റീവ് നോളജിലാണെങ്കിൽ ഇവാലുവേറ്റ്, ക്രിയേറ്റ് പോലെയുള്ള തിങ്കിങ് പ്രോസസ്സുകളാണ്, കോഗ്നിറ്റീവ് പ്രോസസ്സുകളാണ് അവിടെ സംഭവിക്കുക. സോ നമ്മളിപ്പോൾ ഒന്നാമത്തെ ചോദ്യം
ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കോൺസെപ്ച്വൽ നോളേജിനെ ബേസ് ചെയ്താണ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലുള്ള ചോദ്യമാണ് എങ്കിൽ നമ്മളിവിടെ ക്വസ്റ്റ്യൻ നമ്പർ 1 അതിൻ്റെ മാർക്ക് അതേതാണ് കോഴ്സ് ഔട്ട്കം എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യും. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ 10 ഇതേ ഇവിടെ വരുന്നതാണ് എങ്കിൽ കോൺസെപ്ച്വൽ നോളേജ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ 10 എന്ന് എഴുതും, അതിൻ്റെ മാർക്ക് ചെയ്തും ഏത് കോഴ്സ് ഔട്ട്കവുമായി ബന്ധപ്പെട്ടതാണെന്ന് എഴുതും. ഇനി അതുപോലെ വരുന്ന ചോദ്യങ്ങളൊക്കെയും ഈ തലത്തിൽ വരുന്ന ചോദ്യങ്ങളൊക്കെയും ഇവിടെ വെക്കാം. ഇപ്പം 10ാമത്തെ ചോദ്യം അത് ക്രിയേറ്റിൽ വരുന്നതാണ്. മെറ്റാകോഗ്നിറ്റീവ് ടൈപ്പ് ഓഫ് നോളേജ് ആണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയാണ് മെൻഷൻ ചെയ്യുക? ഇവിടെയാണ് മെൻഷൻ ചെയ്യുക. ക്രിയേറ്റിൽ, മെറ്റാകോഗ്നിറ്റീവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 10 അതിൻ്റെ മാർക്ക് ഏത് കോഴ്സ് ഔട്ട്കവുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യും. ഇതിനാണ് നമ്മൾ ടാക്സോണമി ടേബിൾ എന്ന് പറയുക. നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് ചോദ്യങ്ങൾ ഇടുന്നതിന് മുമ്പ് നമ്മൾ ടാക്സോണമി ടേബിൾ തയ്യാറാക്കണം. ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കണം എന്ന് പറഞ്ഞിരുന്നു. ബ്ലൂ പ്രിൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കേണ്ട കാര്യങ്ങളൊന്ന് സീരിയൽ നമ്പർ, ക്വസ്റ്റ്യൻ്റെ സീരിയൽ നമ്പർ, ദെൻ കോഴ്സ് ഔട്ട്കം, നമ്മൾ ഏത് കോഴ്സ് ഔട്ട്കം ആണെന്നുള്ള മെൻഷൻ ചെയ്യും. അതുപോലെ മൊഡ്യൂൾ ഔട്ട്കം, ഏത് മൊഡ്യൂളാണ്, 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ മൊഡ്യൂൾ എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യും. അതുപോലെ നോളജ് ലെവൽ, നോളജ് ഡയമെൻഷൻ, ഞാൻ ഉണ്ടാക്കുന്ന ചോദ്യം ഏത് നോളജ് ടൈപ്പാണ്, ഏത് ടൈപ്പ് നോളജ് ഡയമെൻഷനിൽ വരുന്നതാണ്, അതുപോലെ എന്താണ് അതിൽ വരുന്ന കൊഗ്നിറ്റീവ് ലെവൽ ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്യും. അത് ഈസിയാണോ ആവറേജ് ആണോ ഡിഫിക്കൽട്ടി ആണോ എന്നുള്ളത് നമ്മളിവിടെ മെൻഷൻ ചെയ്യും. ദെൻ നമ്മൾ ആ ക്വസ്റ്റ്യൻ അവിടെ ഇടും. ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക്, ആ ക്വസ്റ്റ്യൻ്റെ ഡ്യൂറേഷൻ. ഇതാണ് ഒരു ബ്ലൂ പ്രിൻറ്റിൽ ഉണ്ടായിരിക്കേണ്ട സംഗതി. യൂണിവേഴ്സിറ്റി ഇപ്പം തയ്യാറാക്കിയിട്ടുള്ള ഒരു ബുക്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്കിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാക്കിയിട്ടുള്ള പുസ്തകത്തിൽ ആ ബ്ലൂ പ്രിൻറ്റിന് ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. സോ നോക്കൂ, ഇവിടെയാണ് നമ്മുടെ നോളജ് കൊഗ്നിറ്റീവ് ലെവലുകൾ, 6 കൊഗ്നിറ്റീവ് ലെവൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 6 കൊഗ്നിറ്റീവ് ലെവലിൻ്റെ ഉള്ളിലും നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, ഷോർട്ട് ആൻസർ, പാരഗ്രാഫ്, എസ്സേ, ആ 3ഉം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മളെ മൊഡ്യൂളുകൾ തന്നിട്ടുണ്ട്. കണ്ടൻറ്റ് മൊഡ്യൂളുകൾ 4 മൊഡ്യൂളാണുള്ളത്. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4. ഇവിടെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യനും അതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നത്. ഇതാണ് പാറ്റേൺ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ആണ്. 2 ഹവേഴ്സിൻ്റെ സമയത്ത് നമുക്ക് 3 തരത്തിലുള്ള ചോദ്യങ്ങളാണുള്ളത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, എസ്സേ. നമ്മൾ ഉണ്ടാക്കേണ്ട ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാക്കേണ്ടത് എണ്ണം എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ 10 ചോദ്യങ്ങൾ, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് 8 ക്വസ്റ്റ്യൻസ് ആൻഡ് എസ്സേ ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻസ്. ഈച്ച് ക്യാരീസ് മാർക്സ് 3, 6, 10 ആണ് ഇതിൻ്റെ മാർക്ക്. ഇതിനെല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ട. കുട്ടി ഉത്തരം എഴുതേണ്ട നമ്പർ എത്രയാണ്? 10ൽ 8 എണ്ണമാണ് കുട്ടി ഉത്തരം എഴുതേണ്ടത്. 8ൽ 6 എഴുതേണ്ടത്. 2ൽ 1 കുട്ടി ഉത്തരം എഴുതേണ്ടത്. സോ അതിന് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 8, 3, 24, 6, 36, 1 10, 10 മാർക്കാണ് അതിനുള്ളത് അല്ലേ. സോ ടോട്ടൽ ചോയ്സ് എല്ലാം അടക്കം ടോട്ടൽ അത് ഇവിടെ വരുന്ന മാർക്ക് 98 ആണ്. കുട്ടി ഉത്തരം എഴുതേണ്ടത് 70 മാർക്കാണ്. മാക്സിമം കിട്ടുന്ന മാർക്ക് 70 ആണ്. സോ ഇത് കോഴ്സിൻ്റെ കോഡാണ്. ആ മൊഡ്യൂളിൻ്റെ പേര്, ഏത് ടൈപ്പ് ചോദ്യമാണ്, അത് ഏത് ലെവലുള്ളതാണ്, അതുപോലെ തന്നെ നോളജ് ഡയമെൻഷനാണ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്, എത്ര മാർക്കിൻ്റെ ചോദ്യമാണ്, അതുപോലെ ക്വസ്റ്റ്യൻ ഇടുന്നു, അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ്റെ ഹിൻറ്റ് അല്ലെങ്കിൽ സ്കോറിംഗ് കീ, മാർക്കിംഗ് സ്കീം ഇവിടെ കൊടുക്കുന്നു. നമ്മളതിൻ്റെ ആൻസർ കീ ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റി തന്ന ലിങ്കിലൂടെ നമ്മൾ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കണക്റ്റ് ടു ദ ക്വസ്റ്റ്യൻ ബാങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോഴ്സിൻ്റെ ഒരു പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഇത് അതിൽ തന്നെ ഉണ്ട്. ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ആ ലിങ്കിൽ തന്നെ തന്നിട്ടുണ്ട്. അതുപോലെ മൊഡ്യൂൾ അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. മൊഡ്യൂൾ 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഇടാൻ പോകുന്ന ചോദ്യം, ഇപ്പോൾ ജസ്റ്റ് ഇടുന്ന ആ ചോദ്യം ഏത് മൊഡ്യൂളുമായി ബന്ധപ്പെട്ടതാണ് അതാണ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. ദെൻ ക്വസ്റ്റ്യൻ ടൈപ്പ്, അത് ഷോർട്ട് ആൻസർ ആണോ, പാരഗ്രാഫ് ആണോ, അതല്ല അത് എസ്സേ ടൈപ്പ് ചോദ്യമാണോ, അതാണ് ക്വസ്റ്റ്യൻ ടൈപ്പിൽ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ, നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ക്വസ്റ്റ്യൻ നമ്പറിൽ സെലക്ട് ചെയ്തിട്ട് അവിടെ ഉള്ള ചോദ്യത്തിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻ, ആഡ് എ ന്യൂ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ചോദ്യം ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതുപോലെ ഓദർ, നിങ്ങൾ ആരാണോ ചോദ്യം ഇടുന്ന ആളുടെ പേരെന്ത് ചെയ്യുക, ഓദറിൽ കൊടുക്കുക. ലെവല്, കൊഗ്നിറ്റീവ് ലെവലുകൾ 6 ലെവലുണ്ട്. ആ 6 ലെവൽ അവിടെ ഉണ്ട്. ഏത് ലെവലാണ്? അപ്പോൾ റിമെമ്പറിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ റിമെമ്പറിൽ ക്ലിക്ക് ചെയ്യാം. അതല്ല നിങ്ങൾ ക്രിയേറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ഔട്ട്കം, നിങ്ങൾ ഏത് കോഴ്സ് ഔട്ട്കമാണ്, ഒരു 7 കോഴ്സ് ഔട്ട്കം വരെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കോഴ്സ് ഔട്ട്കം ഏതാണ് എങ്കിൽ, ഏത് കോഴ്സ് ഔട്ട്കമ്മിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം ഇടുന്നതെങ്കിൽ ആ കോഴ്സ് ഔട്ട്കമ്മിനെ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യാം. ദെൻ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇനി ക്വസ്റ്റ്യൻ എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ ആൻസർ കീ നിങ്ങൾ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഓൾറെഡി നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡെവലപ്പ് ചെയ്യണം ഒരു വേർഡ് ഫോമാറ്റിൽ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചോദ്യം എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതുപോലെ ആൻസർ കീയും നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അതുപോലെ പിക്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ PNG ഫയലിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള അതിൽ കഴിയും, പോർട്ടലിൽ നിങ്ങൾക്ക് കഴിയും.
കാറ്റഗറി സി നമുക്കറിയാം 3 കാറ്റഗറിയാണ്. അതിൽ കാറ്റഗറി സിയുടെ മാർക്ക് 10ആണ്. അവിടെ നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ കൊടുക്കാനുള്ള ഒരു വകുപ്പുണ്ട്. 10 മാർക്കിൻ്റെ നേരിട്ട് ഒരു ചോദ്യമായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ 2 ചോദ്യമായിട്ട് 2 തരം മാർക്കുകളിൽ ചോദ്യമായിട്ട് കൊടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റും. ഇതാണ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. എനിക്ക് ചുരുക്കി പറയാനുള്ളത്, നമ്മളൊരു ചോദ്യം ഇടുന്ന സമയത്ത് ശരിക്കും എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉണ്ടാവണം. പക്ഷേ ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ 3 തരം ചോദ്യങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മൾ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ 3 തരം ചോദ്യങ്ങൾ, 3 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ഈ ഒരു ചോദ്യം ഇടുന്ന സമയത്ത് തന്നെ എല്ലാ തലത്തിലുള്ള എല്ലാ നോളജ് ഡയമെൻഷനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ തരം ഡിഫിക്കൽറ്റി ലെവലുകളും ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള നല്ല ഒരു സ്റ്റാൻഡേർഡ് ചോദ്യം ഇടാൻ നമുക്ക് സാധിക്കണം. അതിന് എല്ലാ അധ്യാപകരും ശ്രദ്ധിക്കുക എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. താങ്ക് യു.